നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ്. അസീസുൻ അലൈഹി മാ അനിതും, ആ പ്രവാചകനെ നിങ്ങൾ വേദനിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനുമാണ്. അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ ഇതാ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ വേദനിക്കുന്നത്, നിങ്ങൾ ദുഃഖിക്കുന്നത് ആ പ്രവാചകന് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരാണ് ആ പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് കൂടുതൽ കരുണയുള്ളവനാ, കൂടുതൽ കൃപയുള്ളവനാ. പരിശുദ്ധമായ ഖുർആൻ, ആ പ്രവാചകനാണ് സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ നമുക്ക് അനുഗ്രഹമാണ്. ആ പ്രവാചകർ നമുക്ക് ലഭ്യമായ നിധിയാ. പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകളും ഞാനും നിങ്ങളും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോ, പരിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിലൂടെ ഞാനും നീയും ഒന്നിറങ്ങി ചിന്തിക്കുമ്പോ, ഖുർആനിന്റെ ആഴം കണ്ട മഹാന്മാർ പൊന്നിനബിയെ കുറിച്ച് നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു തരുന്നവല്ലോ. ആലു ഇമ്രാനിലെ 164-ാമത്തെ വചനം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലാ. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ അവർക്കൊരു പ്രവാചകനെ കിട്ടി എന്നതാണ്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ ലഭ്യമായി എന്നതാണ് അല്ലാഹു തആല സൃഷ്ടാവ് തന്റെ സൃഷ്ടികൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, ഉത്തമ അടിമകൾക്ക് നൽകിയ അനുഗ്രഹം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം. ഇദ് ബഅസ ഫീഹിം റസൂലാ, ഇദ് ബഅസ ഫീഹിം റസൂലാ. അല്ലാഹു തആല പൊന്നിനബിയെ തന്നു. മാത്രമല്ല യസ്ലു അലൈഹിം ആയാതി, ആ പ്രവാചകന്റെ ദൗത്യം എന്താണ്? പരിശുദ്ധമായ ഖുർആനിനെ നമുക്ക് മുമ്പിൽ വായിക്കലുമാണ്. അപ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആനല്ല, മുഹമ്മദ് മുസ്തഫ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ് മുസ്തഫ. വയസ്ലു അലൈഹിം ആയാതി, ആ അനുഗ്രഹിയായ പ്രവാചകന്റെ ദൗത്യം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മുമ്പിൽ ഓതുകയാണ്, പാരായണം ചെയ്യുന്നു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അങ്ങനെ ആ പ്രവാചകൻ നിങ്ങളെ തസ്കിയത്ത് ചെയ്യുന്നു. ആ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഓതുന്നു, നിങ്ങളെ ആത്മീയമായ പുരോഗതിയിലേക്ക് എത്തിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ പ്രവാചകൻ വരും മുമ്പ് നാം ഒക്കെ വഴികേടിലായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ആലമിലുള്ളവർക്ക്, ലോകങ്ങളായ ലോകങ്ങളിലുള്ളവർക്കെല്ലാം അനുഗ്രഹിയാണ് മുഹമ്മദ് റസൂൽ, റഹ്മത്താണ് മുഹമ്മദ് റസൂൽ. അതുകൊണ്ട് തന്നെ ആ നബിയെ നിങ്ങൾ പറയണം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലാ. ആലു ഇമ്രാനിലെ 164-ാം വചനം. അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ.
ഇനി രണ്ടാമത്തെ വചനം അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ നീ പറഞ്ഞുകൊണ്ടിരിക്കണേ. പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തേത് ആ അനുഗ്രഹത്തെ നിങ്ങൾ പറയണോ. فأما بنعمة ربك فحدث. التحدث بالنعمة شكرا وتركه كفرا. നിഅമത്തിനെ കുറിച്ച് പറയൽ പുണ്യമാണ്. നിഅമത്തെ അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കലും ലഭ്യമായ അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹം അത് പറയൽ പുണ്യമാണോ. التحدث بالنعمة شكرا. അത് നന്ദിയാണ്. അല്ലാഹുവോട് അടിമ കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി ഉടമാടിമക്ക് നൽകിയ അനുഗ്രഹത്തെ പറയലാ. ഉടമാടിമക്ക് നൽകിയ അനുഗ്രഹത്തെ മറക്കലും അത് പറയാതിരിക്കലും കുഫ്റൻ നിഷിദ്ധമാണ്. അത് നിഷേധമാ. മുഹമ്മദ് മുസ്തഫ അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പറയൽ അത് ശുക്റാണ്. അത്തഹദ്ദുസു ബിനിഅമത്തി ശുക്റൻ വതർക്കുഹു കുഫ്റൻ. അല്ലാഹു നൽകിയ അനുഗ്രഹം ഏതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആ നബിയെ നമ്മൾ പറയണം. ആ നബിയെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബാഇവ ഒക്കെയും കാക്കുന്നതാ. നീങ്ങുവാനുതകുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബാഇവ ഒക്കെയും കാക്കുന്നതാ. കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ. പേരിലുള്ള മദ്ഹ് നമ്മൾ നടത്തുമ്പോ നബിയെ കുറിച്ച് പറയുമ്പോ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകുന്നു. മാമിൻ മുസ്ലിമിൻ ഖറഅ ഫീ ബൈതിഹി മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിയുടെ മൗലിദ് ഓതുന്ന ഏതൊരു വീടും ഇല്ലാ റഫഅല്ലാഹുൽ ഖഹ്ത വൽ വബാഅ വൽ ഹറഖ വൽ ഖറഖ വൽ ആഫാത്ത് വൽ ബലിയാത്ത് വൽ ബുഗ്ള വൽ ഹസദ വഅയ്ന സൂഇ വൽ നുസൂസ് അൻ അഹ്ലി ദാലികൽ ബൈത്ത്. ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യമില്ല. ആ വീട്ടിൽ പിന്നെ കള്ളം കടക്കൂല. ആ വീട്ടുകാർക്ക് കണ്ണേറില്ല. ആ വീട്ടുകാർക്ക് അസൂയയില്ല. ആ വീട്ടിൽ മുസീബത്തില്ല. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബാഇവ ഒക്കെയും കാക്കുന്നതാ. കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ. ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, ഹബീബിന്റെ പേരിൽ ആര് സ്വലാത്ത് ചൊല്ലുന്നുവോ, ഹബീബിന്റെ പേരിൽ മൗലിദ് ആര് നടത്തുന്നുവോ, ഹബീബിനെ ആര് പുകഴ്ത്തുന്നുവോ, ഹബീബിനെ പ്രശംസിക്കുന്നുവോ, ഹബ്ബനല്ലാഹു അലൈഹി ജവാബ മുൻകരിൻ വനകീർ. അവൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ അവന് തന്റെ മഹല്ലിലെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടാൽ ഖബറിന്റെ അകത്തേക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിലെ നിയമങ്ങളെ കുറിച്ചും ചോദിക്കുമ്പോ ഹബ്ബനല്ലാഹു അലൈഹി ജവാബ മുൻകരിൻ വനകീർ. മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിവുള്ളവര് നബിയെ സ്നേഹിക്കുന്നവരാണ്, നബിയെ പറയുന്നവരാണ്, നബിക്കുമേൽ സ്വലാത്ത് ചെയ്യുന്നവരാ. ഇമാമുന സുയൂത്തി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫഇദാ മാത, ഒരു മനുഷ്യൻ സുന്നിയായി മരിച്ചാൽ ഹവ്വനല്ലാഹു അലൈഹി ജവാബ മുൻകരിൻ വനകീർ.
മുൻകർ നകീറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവന് കഴിയും. വയകൂനു ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അവന് ലഭ്യമാകും. അതുകൊണ്ട് നമ്മൾ നബിയെ പറയണം. അതാണ് ഖുർആനിലും അല്ലാഹു തആല നബിയെ പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നബിയെ നിങ്ങൾ പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. ജലസ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സ്വഹാബിഹി. തന്റെ സ്വഹാബത്തിന്റെ കൂടെ പുണ്യ നബി തങ്ങൾ ഇരിക്കുമ്പോൾ വസഅലഹും മുബ്തദിയം ബിഅബീ ബക്കർ. ആ സദസ്സിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, ബഹുമാനപ്പെട്ട അബൂദർ തുടങ്ങിയ പ്രമുഖരായ ആളുകളുണ്ട്. സ്വഹാബികളുടെ കൂടെ ഇരിക്കുമ്പോ നബി തങ്ങൾ തന്റെ സ്വഹാബികളിൽ ആ ഒരു ചോദ്യം തുടങ്ങുകയാണ്. ആദ്യമായി ചോദിക്കുന്നത് തന്റെ സ്വദീഖായ തന്റെ കൂട്ടുകാരനായ തന്റെ ഇഷ്ടതോഴനായ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോടാണ് ചോദിക്കുന്നത്. എന്താണ് ഹബീബ് ചോദിക്കുന്നത്? മാദാ തുഹിബ്ബു മിനദ് ദുനിയാ. അബൂബക്കറേ, സിദ്ദീഖ് തങ്ങളെ, അങ്ങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോട് പുണ്യനബി തങ്ങൾ ചോദിക്കുകയാണ്, മാദാ തുഹിബ്ബു മിനദ് ദുനിയാ. അങ്ങേ ദുനിയാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് നബിയെ? സിദ്ദീഖ് തങ്ങളോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹിബ്ബു മിനദ് ദുനിയാ സലാസാ. പുണ്യനബിയെ, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് 3 കാര്യമാണ് നബിയെ. ഉഹിബ്ബു മിനദ് ദുനിയാ സലാസാ. 3 കാര്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അൽ ജുലൂസ ബൈന യദൈക വന്നദറ ഇലൈക വഇൻഫാഖ മാലി അലൈക. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് 1 അൽ ജുലൂസ ബൈന യദൈക, അങ്ങയുടെ മുമ്പിൽ ഇരിക്കലാണ് നബിയെ. അൽ ജുലൂസു ബൈന യദൈക വന്നദറ ഇലൈക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് നബിയെ. വഇൻഫാഖു മാലി അലൈക, എന്റെ സമ്പത്ത് മുഴുവനും അങ്ങേക്ക് വേണ്ടി വിനിയോഗിക്കലാണ് നബിയെ. സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് 3 കാര്യമാണ് നബിയെ. അതെന്താ? അൽ ജുലൂസു ബൈന യദൈക, നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. രണ്ടാമത്തേത് അന്നദറു ഇലൈക, മുമ്പിൽ വന്നിരുന്ന് അങ്ങയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കുക. വഇൻഫാഖു മാലി അലൈക, എന്റെ സമ്പത്ത് മുഴുവനും അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞുവല്ലോ. സിദ്ദീഖ് തങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്, ലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമറ. ലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമറ. ഉമറിന്റെ ആയുസ് മുഴുവനും എനിക്ക് ലഭ്യമായ ആയുസിനേക്കാൾ ഏറ്റവും ഖൈറായത് സിദ്ദീഖ് തങ്ങളുടെ ഒരൊറ്റ രാത്രിയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ലഭ്യമായ ആയുസിനേക്കാളും ഏറ്റവും ഉത്തമമായത് സിദ്ദീഖ് തങ്ങളുടെ ഒരു രാത്രിക്കാണ്. ഏതാണ് രാത്രി? സൗറിൽ പുണ്യനബിയുടെ കൂടെ ഇരുന്ന രാത്രി. എല്ലാ വാളങ്ങളും മടക്കുകയാണ്. അവസാനത്തെ വാളം തന്റെ തള്ളവിരൽ കൊണ്ട് അതാടക്കുന്നു.
പാമ്പ് കടിക്കുന്നു. സഹിക്കാൻ കഴിയാതെ തന്റെ മടിയിൽ കിടക്കുന്ന ഹബീബിനെ ഉണർത്താൻ അക്ഷമ കാണിക്കാൻ ക്ഷമയോടെ സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്നു. അസഹ്യമായ വേദന കൊണ്ട് സിദ്ദീഖ് തങ്ങൾ കരയുന്നു. സിദ്ദീഖ് തങ്ങളെ കണ്ണിൽ നിന്ന് ഹബീബിന്റെ തിരുമുഖത്തേക്ക് കണ്ണുനീര് വീഴുന്നു. പുണ്യനബിതങ്ങൾ തന്റെ തൊൽവായിലേക്ക് അവിടുത്തെ സഭാവത്ത് ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് അതിലൊന്ന് തുപ്പിക്കൊണ്ടതാ, അതിലൊന്ന് പാപമും വിഷമേറ്റ ഭാഗത്ത് മന്ത്രിക്കുന്നു. ഈ ഒരു സംരക്ഷണം ഇത് വല്ലാത്തൊരു സംരക്ഷണമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് അതാണ് ലലൈലതു അബീ ബക്കറിൻ ഖൈറും മിൻ ഉമരി ഉമറാ. ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ഉത്തമമായ ഒരേ ഒരു ദിവസം അത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ഒരൊറ്റ രാത്രിക്കാണ് മഹത്വം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ മാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്താണ്? എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അന്നദറു ഇലൈക അൽ ജുലൂസു ബൈന യദൈക, മാത്രമല്ല ഇൻഫാഖു മാലി അലൈക. സഹോദരിമാര് ഇരിപ്പിടം വിടവില്ലാതെ ഇരിക്കണമെന്ന് സഹോദരിമാരോട് ആവശ്യപ്പെടുന്നു. അല്ലാഹു തആല നാം പറയുന്നതൊക്കെ ഒക്കെ കേൾക്കുന്നതൊക്കെ അല്ലാഹു സ്വാലിഹായി ഇബാദത്താക്കി തീർക്കട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പുണ്യ നബിയെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ്. നിങ്ങൾ അങ്ങനെ കണ്ടോണ്ടിരിക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ലേ, മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിതു മിൻ നസഫി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നദരി ഇലൈഹി. മരിദൽ ഹബീബു ഫസുർതുഹു, എന്റെ ഹബീബ് രോഗിയായപ്പോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി രോഗിയായപ്പോ ഫസുർതുഹു, ഞാൻ എന്റെ ഹബീബിനെ സന്ദർശിച്ചു. ഞാൻ ഹബീബിനെ സന്ദർശിച്ചപ്പോ ഫമരിൽതു മിൻ നസഫി അലൈഹി, എന്റെ ഹബീബ് രോഗിയായി എന്നറിഞ്ഞപ്പോ ആ ദുഃഖം കാരണം, പ്രയാസം കാരണം ഞാൻ രോഗിയായി പോയി. രോഗിയായി കിടക്കുന്ന എന്റെ ഹബീബിനെ സന്ദർശിച്ച് ഞാൻ രോഗിയായി. ഹബീബിന് വന്ന രോഗം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വല്ലാത്ത ദുഃഖം വരുത്തി. ഞാൻ അതുകൊണ്ട് രോഗിയായി മാറി. ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നദരി ഇലൈഹി. ഹബീബിന്റെ രോഗം അങ്ങ് ശിഫപ്പെട്ടു, എന്റെ രോഗവും ശിഫപ്പെട്ടു. എനിക്ക് എന്റെ ഹബീബിനെ കണ്ടപ്പോ, ഹബീബിനെ ഒന്ന് കണ്ടപ്പോ എന്റെ രോഗം ഭേദമായി. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് 3 കാര്യമാണ് ഇഷ്ടം. എന്താണ്? അൽ ജുലൂസു ബൈന യദൈക, ഹബീബേ അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം. വന്നദറു ഇലൈക, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. വയൻഫാഖു മാലി അലൈക, എന്റെ സമ്പത്ത് അങ്ങേക്ക് വേണ്ടി വിനിയോഗിക്കണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. അടുത്തതാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഉമർ തങ്ങളെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, വഅൻത യാ ഉമറു, ഉമറേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ലൗ അസ്ലമ ഇമാറു ഖത്താബ് മാ അസ്ലമ വലദു ഖത്താബ്. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവൂല എന്നൊരു കാലത്ത് പ്രവചിച്ച, ഒരു കാലത്ത് പറഞ്ഞു നടന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. എന്താ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്? ലൗ അസ്ലമ ഹിമാറു ഖത്താബ്, ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും മാ അസ്ലമ വലദു ഖത്താബിൻ, ഖത്താബിന്റെ മകൻ മുസ്ലിമാവൂല എന്ന് പറഞ്ഞിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ
ആ തങ്ങള് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സംഭവം നമുക്കറിയാലോ. എത്രത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചുവല്ലോ, അല്ലാഹുമ്മ അയ്യിദ് ഹാദ ദീന ബിഅഹദിൽ ഉമറയൈൻ, അല്ലാഹുമ്മ അയ്യിദ് ഹാദ ദീന ബിഅഹദിൽ ഉമറയൈൻ. രണ്ടാമത് ഉമറിനെ കൊണ്ട് ഈ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അതാണ് ആരാണത്? ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്, മറ്റൊന്ന് അംർ ഇബ്നു ഹിശാം. അല്ലാഹു തആല നമുക്ക് നാഫിയായി നൽകട്ടെ. ആ ഒരു പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടും ചോദിക്കുകയാണ്, അല്ല ഉമറേ, നീ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഉഹിബ്ബു സലാസ, ഞാനും 3 കാര്യമാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് 3 കാര്യം പറയാനുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ദുനിയാവിൽ വെച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് 3 കാര്യമാണ് നബിയേ. ഒന്ന് അംറും ബിൽ മഅറൂഫ് വലൗ കാന സിർറാ, വനഹിയൻ അനിൽ മുൻകർ വലൗ കാന ജഹ്റാ, വഖൗലുൽ ഹഖി വലൗ കാന മുറാ. 3 കാര്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അംറും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കൽ, വലൗ കാന ജഹ്റൻ, അത് പരസ്യമായിട്ടാണെങ്കിലും നന്മ കൽപ്പിക്കണം, വനഹിയൻ അനിൽ മുൻകരി വലൗ കാന ജഹ്റാ, പരസ്യമായിട്ടാണെങ്കിലും തിന്മ തടയൽ, രഹസ്യമായിട്ടാണെങ്കിലും നന്മ കൊണ്ട് കൽപ്പിക്കൽ. രഹസ്യമായിട്ടെങ്കിലും നന്മ കൊണ്ട് കൽപ്പിക്കലും, പരസ്യമായിട്ടെങ്കിലും തിന്മ തടയലും. വഖൗലുൽ ഹഖി വഇൻ കാന മുറാ വലൗ കാന മുറാ, കൈപ്പേറിയതാണെങ്കിലും സത്യം പറയൽ. 3 കാര്യം ആകത്തുക. നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ തടയുക, കൈപ്പേറിയതാണെങ്കിലും സത്യം പറയാം. ഈ 3 കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, നബിയുടെ മുമ്പിൽ ഇരിക്കുക, നബിയെ നോക്കുക, നബിക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക. ഉമർ തങ്ങൾ പറഞ്ഞത് നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, സത്യം എപ്പോഴും പറയുക, എപ്പോഴും സത്യം പറയുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ തങ്ങളാണ് തൊട്ടടുത്തുള്ളത്. ഉസ്മാന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പുണ്യനബി ചോദിക്കുകയാണ്, അൻത യാ ഉസ്മാനു മാ ഹുബ്ബിബ ഇലൈക മിനദ് ദുനിയാ, ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഹിബ്ബു സലാസൻ ഇത്ആമ തുആമി വഇഫ്ശാഅ സലാമി വസ്വലാത ബില്ലൈൽ വന്നാസു നിയാം. 3 കാര്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നത് 3 കാര്യം. ഒന്ന് അന്നം കൊടുക്കൽ, ഭക്ഷണം കൊടുക്കൽ. അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ ഭക്ഷണം കൊടുക്കുന്ന ആൾക്ക്, ഭക്ഷണം കൊടുക്കുന്ന വ്യക്തിക്ക് ലഭ്യമാകുന്ന പ്രതിഫലമാണ് അനി മുറിയാതെ അല്ലാഹു നൽകട്ടെ. ഉസ്മാൻ പറഞ്ഞു, യാ ഉസ്മാൻ മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ ഉസ്മാൻ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഉസ്മാനെ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കൊടുക്കലാണ് നബിയേ, അന്നം വിതരണം ചെയ്യലാണ്, ഭക്ഷിപ്പിക്കലാണ് നബിയേ. കണ്ണ് കാണുന്നവരോടൊക്കെ സലാം പറയലാണ് നബിയേ. ജനങ്ങൾ ഉറങ്ങുമ്പോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കലാണ്. രാത്രി നിസ്കരിക്ക, സ്വലാത്തുൽ ലൈൽ. 3 കാര്യമാണ് ഉസ്മാൻ ഇഷ്ടം. ഒന്ന് തിന്നാൻ കൊടുക്കുക, ഭക്ഷിപ്പിക്കൽ, ഇഫ്ശാഉ സലാം, സലാം പറയൽ. 3-മത്തേത് വസ്വലാത്തു ബില്ലൈൽ, രാത്രി നിസ്കരിക്കൽ. അതും കേട്ട് മുഹമ്മദ് മുസ്തഫ. 4-മതായി അടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി. അലി റളിയല്ലാഹു അൻഹുവാണ്. അലിയാരോടും ചോദിക്കുന്നു, അൻത യാ അലിയോ, അലിയേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്?
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹിബ്ബു സലാസൻ, ഞാനും ഇഷ്ടപ്പെടുന്നത് 3 കാര്യം. ഇക്റാമൽ ലൈഫി വസ്സൗമ ബിസ്വൈഫി വളർബൽ അദുവി ബിസൈഫി. 3 കാര്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്താണ്? ഒന്ന് ഇക്റാമുൽ ലൈഫ്, അതിഥിയെ സൽക്കരിക്കുക. സൽക്കാരപ്രിയനാണ് ഞാൻ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, എന്റെ വീട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ സൽക്കരിക്കണം, ഞാൻ സൽക്കാരപ്രിയനാണ്. ഇക്റാമുൽ ലൈഫ്, അതിഥിയെ സൽക്കരിക്കലാണ്, അതിഥിയെ ആദരിക്കൽ, അവരെ ബഹുമാനിക്കൽ. രണ്ടാമത്തേത് വസ്സൗമ ബിസ്വൈഫ്, ഉഷ്ണകാലത്ത് നോമ്പെടുക്കൽ. നമ്മളാ കഴിഞ്ഞ നോമ്പിനൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് നല്ല ചൂടുള്ള കാലത്ത് നോമ്പെടുക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സയ്യിദുനാ അലി ഉഷ്ണകാലത്ത് ചൂടുകാലത്ത് നോമ്പെടുക്കൽ. മൂന്നാമത്തേത് വാളുകൊണ്ട് ശത്രുവെ നേരിടൽ, യുദ്ധം ചെയ്യൽ, അകത്തുക ഭയങ്കര ഇഷ്ടം. ഈ 3 കാര്യം സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. എന്റെ 1 അതിഥിയെ സൽക്കരിക്കുക, 2 പാറയും മനുഷ്യന്മാരെ 1 അതിഥിയെ സൽക്കരിക്കുക, 2 ചൂടുകാലത്ത് നോമ്പെടുക്കൽ, ഉഷ്ണകാലത്ത് വ്രതമെടുക്കൽ, മൂന്നാമത്തേത് യുദ്ധം ചെയ്യൽ. പിന്നെ അവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂദർ, പിന്നെ അവിടെ ഇരിക്കുന്നത് അബൂദറാണ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂദറിനോട് ചോദിക്കുകയാണ്, അൻത യാ അബൂദർ, എന്താണ് അബൂദറെ നീ ഇഷ്ടപ്പെടുന്നത്? അബൂദറിനോട് ചോദിക്കുമ്പോ അബൂദർ പറഞ്ഞു, മാദാ തുഹിബ്ബു ഫിദ്ദുനിയാ, ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഉഹിബ്ബു മിനദ് ദുനിയാ സലാസൻ അൽ ജൂഅ വൽ മറള വൽ മൗത. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്നത് അൽ ജൂഅ, എനിക്ക് വിശപ്പിനോടാണ് ഇഷ്ടം, വൽ മറളു, എനിക്ക് രോഗിയാവണം, രോഗമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, വൽ മൗത്ത്, മരണം. അബൂദർ റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടം 3 കാര്യം. നമുക്കോ 3 വെറുപ്പാണ്. നമുക്ക് വിശപ്പ് സഹിക്കാൻ കഴിയില്ല, നമുക്ക് രോഗം അരികെ കൂടെ പോകാൻ പറ്റില്ല, മരിക്കാന്ന് പറഞ്ഞ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഏറ്റവും ദുനിയാവിൽ ഇഷ്ടം 3 കാര്യം. 1 എനിക്ക് വിശപ്പുണ്ടാവണം, 2ാമത്തേത് എനിക്ക് ഞാൻ രോഗിയാവണം, 3ാമത്തേത് വേഗം മരിക്കണം. ബഹുമാനപ്പെട്ടവരെ, ഇത് കേട്ടപ്പോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയമുള്ളവരെ, സ്വഹാബികളുണ്ട് കൂടെ. അബൂദറിന്റെ മറുപടി കേട്ടുകൊണ്ട് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു, അതിലേറെ പുണ്യ നബിയും അത്ഭുതപ്പെട്ടു. ഉടനെ നബിതങ്ങൾ അബൂദറിനോട് ചോദിക്കുകയാ, വലിമയാ അബൂദർ, എന്താണ് ഇങ്ങനെ പറയുന്നത്? എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? വലിമ അബൂദറെ, എന്താണ് അങ്ങനെ? എന്തുകൊണ്ടാണ് നിങ്ങൾ മരണത്തെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വിശപ്പ് ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ രോഗം ഇഷ്ടപ്പെടുന്നത്? ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഉഹിബ്ബുൽ ജൂഅ, വിശപ്പിനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ലിയരിഖ ഖൽബി, എന്റെ ഹൃദയം ലോലമാവും. രോഗത്തെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്റെ പാപം പൊറുക്കപ്പെടും. മരണത്തെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് എന്റെ റബ്ബിനെ നേരത്തെ കാണാം. വിശപ്പിനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഞാൻ വിശപ്പ് ഇഷ്ടപ്പെട്ടത്? എന്റെ ഹൃദയം ലോലമാവും. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. എന്നാലോ രോഗത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്റെ പാപം പൊറുക്കപ്പെടും. എന്നാലോ എനിക്ക് മരിക്കണോ, മരണത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്
എന്റെ റബ്ബിനെ നേരത്തെ കണ്ടുമുട്ടണം. ഇതെല്ലാം കേട്ടു. സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മൂന്നും പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയാർ പറഞ്ഞു, സയ്യിദന അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, എനിക്കും ഇഷ്ടമുള്ള പലതുമുണ്ട് സ്വഹാബ, ഞാനും 3 കാര്യം ഇഷ്ടപ്പെടുന്നു സ്വഹാബ. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാത്ത്, 3 കാര്യം എനിക്കും ഇഷ്ടമാണ് എന്ന് പൊന്നു നബി തങ്ങൾ പറയുമ്പോ സ്വഹാബ ജിജ്ഞാസയോടെ ഹബീബിനോട് ചോദിക്കുകയാണ്, നബിയേ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന 3 കാര്യം ഒന്ന് പറഞ്ഞാലോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ അത്വീബു വന്നിസാഉ വജുഇലത് ഖുറത്തു ഐനി ഫിസ്വലാ. 3 കാര്യമാണ് എനിക്ക് ഇഷ്ടം. ഒന്ന് അത്വീബു, സുഗന്ധം. സയ്യിദുനാ റസൂലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 കാര്യം. ഒന്ന് സുഗന്ധം, അത്വീബു സുഗന്ധം, വന്നിസാഉ രണ്ടാമത്തേത് എന്റെ ഭാര്യമാർ. എനിക്ക് എന്റെ ഭാര്യമാരെ വലിയ ഇഷ്ടമാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഞാൻ എന്റെ ഭാര്യമാരെ വേദനിപ്പിക്കാറില്ല. സൂറത്തു തഹ്രീം തന്നെ അതാണ്. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയിൽ അത് പറയാം. സൂറത്തു തഹ്രീമിൽ തന്നെ അതാണ്. നബി തന്റെ ഭാര്യമാരോടുള്ള ഇഷ്ടമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 കാര്യം. ഒന്ന് സുഗന്ധത്തോടാണ്, 2 എന്റെ ഭാര്യമാരോട്, 3-ാമത്തേത് വജുഇലത് ഖുറത്തു ഐനി ഫിസ്വലാ, ഇന്നെന്റെ നിസ്കാരത്തിൽ കൺകുളിർമയാവൽ. നിസ്കരിക്കുക. നബിക്ക് എന്ത് പ്രയാസം വന്നാലും നബി വേഗം നിസ്കരിക്കാനാ ഒരുങ്ങുക. നമ്മളോ അല്ലാഹു തആല നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. ഹബീബ് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട 3 കാര്യവും പറഞ്ഞു. ഇങ്ങനെ സ്വഹാബത്തും നബിയും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ സയ്യിദുനാ ജിബ്രീൽ വഹീനയിൻ തനസ്സല ജിബ്രീൽ, ആ സദസ്സിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പുണ്യ നബിയോട് സലാം പറയുകയാ. നബിയോട് സലാം പറയുകയാണ് ജിബ്രീൽ. എന്നിട്ട് പറഞ്ഞു, നബിയേ വഅന ഉഹിബ്ബു മിൻ ദുനിയാകും സലാത്ത്, ഞാനും 3 കാര്യം ഇഷ്ടപ്പെടുന്നു സയ്യിദുനാ ജിബ്രീൽ. ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞു. അതാ ഉടനെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ എനിക്കും 3 കാര്യം ഇഷ്ടമുണ്ട്. എനിക്കും ദുനിയാവിൽ ഏറ്റവും ഞാൻ 3 കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട്. പുണ്യനബി തങ്ങളെ ചോദിച്ചു, ജിബ്രീലേ നിനക്ക് ഇഷ്ടപ്പെട്ടതും നിനക്കുമുണ്ടോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? പറയൂ ജിബ്രീലേ, പറയൂ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പുണ്യനബിയേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 കാര്യം തബ്ലീഗുർ റിസാല വഅദാഉൽ അമാന വഹുബ്ബുൽ മസാകീൻ. തബ്ലീഗുർ റിസാല, അല്ലാഹുവിന്റെ വഹി എത്തിച്ചു കൊടുക്കുക, അതെനിക്ക് വലിയ ഇഷ്ടം. കാരണം ജിബ്രീലിനെ എപ്പോഴും നബിയെ കാണാം. നാം മനസ്സിലാക്കിയ അതിനപ്പുറം നാം ഒന്നും നബിയെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയെന്ന് പറയാൻ മുഹമ്മദ് മുസ്തഫ അതൊരു നിഗൂഢതയാണ്. അത് നമുക്ക് പറയാൻ കഴിയില്ല. കുട്ടികളെ നമ്മൾ കൊണ്ടുപോകും കടൽ കാണിക്കാൻ. നമ്മളൊക്കെ ഇപ്പൊ കടൽക്കരയിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. എനിക്കൊക്കെ അറിയാൻ നബിയെ എന്നുള്ള ചിന്ത ഉള്ളൂ, പക്ഷെ ഇല്ല, നമുക്കൊന്നും അറിയില്ല. കടൽ കാണിക്കും കുട്ടികളും. ഇതാണ് കുട്ടി കടൽ, അതാണോ കടൽ? കടൽ കുട്ടി കണ്ടോ? ആ കുട്ടിന്റെ കണ്ണ് നിറയുന്ന ഭാഗം മാത്രമേ കുട്ടിക്ക് കടൽ കാണാൻ കഴിയുള്ളൂ. ഇതാണ് മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ സ്നേഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തബ്ലീഗുർ റിസാല, വഹി എത്തിച്ചു കൊടുക്കൽ. കാരണം എനിക്കെപ്പോഴും അങ്ങയെ കാണാൻ കഴിയും, അങ്ങയുടെ അടുത്തിരിക്കാൻ കഴിയും. ആരാണ്? സയ്യിദുനാ ജിബ്രീൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിം. വൽ ഖുറാൻ മർകബു വൽ മിഅറാജു സഫറു.
അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വജിബ്രീലു ഖാദിമു ഹബീബിന്റെ ഖാദിമാണ് സയ്യിദുനാ ജിബ്രീൽ. രണ്ടാമത്തേത് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കണം. ഏറ്റെടുത്ത കാര്യങ്ങൾ അത് ചെയ്തു തീർക്കൽ വലിയ ഇഷ്ടമാണ് സയ്യിദുനാ ജിബ്രീൽ. അതാണ് അദാഉൽ അമാന. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കൽ ഇഷ്ടമാണ്. വഹുബ്ബുൽ മസാകീൻ, പാവങ്ങളെ സ്നേഹിക്കൽ. സാധുക്കളായ നമ്മോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇഷ്ടം നൽകട്ടെ, നമുക്ക് അവരോടും ഇഷ്ടം നൽകുമാറാവട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ആകാശ ലോകത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കയറിപ്പോയി. ഇത് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് കയറിപ്പോയി. വീണ്ടും നബിയുടെ മുമ്പിൽ വന്നു. ഇത് പറഞ്ഞ് അങ്ങ് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടത് 3 കാര്യം: തബ്ലീഗുൽ റിസാലത്തും അദാഉൽ അമാനത്തും ഹുബ്ബുൽ മസാകീനും. സലാം പറഞ്ഞു നബി. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തേക്ക് പോയി. വീണ്ടും ജിബ്രീൽ ഇറങ്ങി വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബിയോട് പറഞ്ഞു, പ്രവാചകരെ, അല്ലാഹു യുഖരിഉകുമുസ്സലാം, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. സയ്യിദുനാ ജിബ്രീൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നബിയേ, ഇന്നഹു യുഹിബ്ബു മിൻ ദുനിയാകും സലാസ, അല്ലാഹുവിനും 3 കാര്യം ഇഷ്ടമാണ്. സയ്യിദുനാ ജിബ്രീൽ, എനിക്ക് മാത്രമല്ല അല്ലാഹുക്കും 3 കാര്യം ഇഷ്ടമാണ്. അല്ലാഹു ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീലേ, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം അതൊന്ന് പറയുമോ ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പ്രവാചകരെ, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് യുഹിബ്ബു മിൻ ദുനിയാകും സലാസ, ലിസാനൻ ദാകിറാ വഖൽബൻ ഖാശിആ വജസദൻ അലൽ ബലാഇ സാബിറാ. 3 കാര്യമാണ് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടത് 3 കാര്യം. എന്താ? 1, ലിസാനൻ ദാകിറ, ദിക്ർ ചൊല്ലുന്ന നാക്ക്. ലിസാനൻ ദാകിറൻ, ദിക്ർ ചൊല്ലുന്ന നാക്ക്. അല്ലാഹു നമ്മുടെ നാക്കിന് ദിക്ർ തരട്ടെ. അടിമകളിൽ അല്ലാഹുക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം ദിക്ർ ചൊല്ലുന്നവൻ അല്ലാഹുക്ക് ഇഷ്ടമാണ്. 2, വഖൽബൻ ഖാശിഅൻ, ഭക്തിയുള്ളവൻ. വജസദൻ അലൽ ബലാഇ സാബിറാ, ക്ഷമയുള്ള ശരീരമുള്ളവൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 3 അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് സയ്യിദുനാ ജിബ്രീൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഹബീബിനെ കൂടുതൽ ഇഷ്ടപ്പെടണം. ഹബീബിനെ കൂടുതൽ ഇഷ്ടപ്പെടണം. നബിക്കുള്ള ചര്യകൾ കേട്ടുറപ്പേ ഉടനടി അതിനോട് തുടരാൻ അവസരം പടിപടി. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ബദറാണ് ശംസാനെ നബി. എന്നറിയപ്പെടുന്ന സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്നയാണ്. ദഖല അലൈനാ റസൂലുള്ളാഹ്, ഒരിക്കൽ ഞങ്ങളുടെ അടുത്തേക്ക് പുണ്യനബി വന്നു. നബി ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഫജലസ തഹ്ത ഷജറ, ഹബീബ് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. ഇബ്നു ഉമർ ആരാന്ന് കേട്ടോ? നബി ഞങ്ങളെ കാണാൻ വന്നു. നബി വന്ന സമയം ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരുന്നു. അപ്പോഴോ അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വകാന ഇബ്നു ഉമർ യസുബ്ബുൽ മാ അലൈഹാ, നബി ഞങ്ങൾ വിശ്രമിക്കാനിരുന്ന മരച്ചുവട്, ആ മരം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നനക്കുമായിരുന്നു. നബി ഇരുന്ന മരച്ചുവട് നബി എന്താക്കും? ആ മരം ഇങ്ങനെ നനക്കും. നബിയോടുള്ള ഇഷ്ടം. നബി ഇരുന്ന മരല്ലേ, ആ
മരം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഉമർ എത്രത്തോളം മരുഭൂമിയിൽ നബി വിശ്രമിച്ച മരച്ചുവട്, മരം നനക്കുന്നത്, നബി വിശ്രമിച്ച മരച്ചുവടിന്റെ മുരട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയോടുള്ള പ്രേമം കാരണം അത് നനക്കുന്നത് കണ്ടപ്പോ ജനങ്ങൾ പറയും ജനങ്ങൾ വരെ പറഞ്ഞിരുന്നു ഇബിനു ഉമറിന് വട്ടാന്നാൻ തോന്നുന്നത്. ആ മരത്തിന്റെ ചുവടെപ്പോഴും വെള്ളം പോയി പാരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ നനക്കാനുള്ള കാരണം എന്താ? എന്റെ ഹബീബിരുന്ന മരാണ്. ആ മരച്ചുവട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് നൽകട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് റബീഉൽ അവ്വൽ മാസമാണ് വരാനിരിക്കുന്നത്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ തീരുമാനത്തിലെത്തുക, നബിയുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ സദസ്സാണിത്. സലാത്തിന്റെ ഏറ്റവും വലിയ മദ്ഹ് എന്താ? സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഏറ്റവും വലിയ മദ്ഹാണത്. ഈ മദ്ഹിനെ വെല്ലാൻ വേറൊരു മദ്ഹില്ല. ആദ്യം അവൻ തന്നെ ഏറ്റെടുത്തൊരു കാര്യമാ, പിന്നീട് അവൻ അംലാക്ക് ചെയ്തൊരു കൃത്യമാ, പിന്നാണ് അവൻ നമ്മോടതും കൽപ്പിച്ചത്. ഇതുപോലെ പറയാൻ ഏതു അമലാണുള്ളത്? ഏറ്റവും വലിയ മദ്ഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, നമ്മൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിന്റെ സദസ്സാണിത്. എന്തിനാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്? എന്തിനാണ് സ്വലാത്ത് ചൊല്ലുന്ന സദസ്സിൽ നമ്മൾ ഇരിക്കുന്നത്? ഒരൊറ്റ ചരിത്രം കൂടെ പറഞ്ഞ്, ഒരൊറ്റ ബൈത്ത് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുനാ ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി തങ്ങളുടെ വന്യരായ ഗുരുവാണ് ഇമാമുൽ ഹറമൈൻ. ഗസാലി ഇമാമിന്റെ ഗുരുവാണ് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ മഖ്ബറയുടെ മുകൾ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇമാമുൽ ഹറമൈനിയുടെ മഖ്ബറയുടെ മുകൾ ഭാഗത്ത് ഒരു ബൈത്ത് കാണും. ആ ബൈത്ത് ഒന്ന് പാടട്ടെ, അതൊന്ന് വിശദീകരിക്കട്ടെ. ഇദാ മാ ശിഅത ഫിദ്ദാറൈനി തസ്അദ് ഫഅക്സിർ മിനസ് സ്വലാത്തി അലാ മുഹമ്മദ് വഇൻ ശിഅതൽ ഖബൂല ഫിദ്ദഅവാതി ഫതഖ്തിം ബി സ്വലാത്തി അലാ മുഹമ്മദ് ഫലാ സൗമുൻ യസിഹു വലാ സ്വലാത്തു ലിമൻ തറക സ്വലാത്ത അലാ മുഹമ്മദ് വഇൻ കാനത് ദുനൂബുക ലൈസ തുഹ്സാ തുകഫർ ബി സ്വലാത്തി അലാ മുഹമ്മദ് ഫമാ തതളാഅഫുൽ ഹസനാതു ഇല്ലാ ബിതക്റാരി സ്വലാത്തി അലാ മുഹമ്മദ് വഇൻദൽ മൗതി തറാ ഉമൂറാ തസുറുക ബി സ്വലാത്തി അലാ മുഹമ്മദ് വഇൻദൽ ഖബരി തുഹലാ ബിൽ അമാനി വതുർഹമു ബി സ്വലാത്തി അലാ മുഹമ്മദ് വലാ തഖ്ശാ മിനൽ മലക്കൈനി റുബാ ഇദാ സഅലാക കുല്ലഹുമാ മുഹമ്മദ് റസൂലുള്ളാഹി ഹഖൻ ഇതബഅനാ വആമന്നാ വസദ്ദഖനാ മുഹമ്മദ്. നബിക്കുള്ള ചര്യകൾ കേട്ടു റബ്ബേ ഉടനടി അതിനോട് തുടരാൻ അവസരം താ പടിപടി. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി. അവരൊക്കെയും ബദറാണ്, ശംസാണ് നബി. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകൾ ഭാഗത്ത് എഴുതി വെച്ചതായി ബൈത്താണ്. ഈയിടെ ഞാൻ കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതനിൽ നിന്ന് ഒപ്പിയെടുത്ത ബൈത്താണ്. അദ്ദേഹത്തുമായുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹം ഇത് എഴുതി എൻ്റെ കയ്യിൽ തന്നു. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ നൽകട്ടെ. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെ ഗുരുവാണ് ഹറമൈൻ, ഇമാമുൽ ഹറമൈൻ.
പടച്ചോനെ അവരുടെ ഖബറിന്റെ മുകൾ ഭാഗത്ത് എഴുതിയ ബൈത്ത് എന്താണ്? മാസാന്തം ദാറുൽ ഹുദ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കുന്ന നാം അറിയണം. എന്താണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഷരീഫിന് മുകളിൽ എഴുതപ്പെട്ട ബൈത്ത്? ഇദാ മാശിത ഫിദ്ദാറൈനി തസഅദു, ഇരു ലോകത്തും വിജയം നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഫഅക്സിർ മിനസ് സ്വലാത്തി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. إذا ما شئت في الدارين تسعد فأكثر من الصلاة على محمد. ഇരുലോകത്തും നീ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? ദുനിയാവിലും രക്ഷ വേണോ? ആഖിറത്തിലും രക്ഷ വേണോ? ഫഅക്സിർ മിന സ്വലാത്തി അലാ മുഹമ്മദ്, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് പെരുപ്പിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഇൻ ശിഅത ഖബൂല ഫി ദഅവാതി ഫതഖ്തിം ബി സ്വലാത്തി അലാ മുഹമ്മദ്. എന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണോ? അതിന്റെ ആദ്യത്തിലും മധ്യത്തിലും അന്ത്യത്തിലും സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് വേണം. എന്റെ പ്രാർത്ഥനയിലും വേണം സല്ലല്ലാഹു അലാ മുഹമ്മദ്. فلا صوم يصح ولا صلاة لمن ترك صلاة على محمد. ഏത് നിസ്കാരവും എന്റെ നിസ്കാരവും എന്റെ നോമ്പോ ഏതും സ്വീകരിക്കണമെങ്കിൽ ആ നിസ്കാരത്തിൽ നീ നബി പേരിൽ സ്വലാത്ത് ചൊല്ലണം. നബി പേരിൽ സ്വലാത്തില്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കില്ല, എന്റെ ഒരു അമലും സ്വീകരിക്കില്ല. فلا صوم يصح ولا صلاة لمن ترك الصلاة على محمد. صلاة ഇല്ലാത്തവന്റെ നിസ്കാരം പോലും സ്വീകരിക്കില്ല. അല്ലാഹു നാഫിയായി മനത്തരട്ടെ. وإن كانت ذنوبك ليس تحصى تكفر بالصلاة على محمد. നീ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും وإن كانت ذنوبك لا تحصى ليس تحصى, നീ എണ്ണമറ്റ തെറ്റ് ചെയ്തവനാണെങ്കിലും എണ്ണമറ്റ കുറ്റം ചെയ്തവനാണെങ്കിലും തുകഫർ ബിസ്വലാത്തി അലാ മുഹമ്മദ്, സ്വലാത്ത് കൊണ്ട് നിന്റെ പാപം പൊറുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫമാ തതലാഅഫു ഹസനാതു ഇല്ലാ ബിതക്റാരി സ്വലാത്തി അലാ മുഹമ്മദ്. എന്റെ നന്മകൾ ഇരട്ടി ഇരട്ടി കൂടുതൽ 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 നന്മകൾ ചെയ്യാൻ എന്റെ പേരിലുള്ള ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് കാരണമാകുമോ? ഇമാമുൽ ഹറമൈൻ വമാ തദാഅഫിൽ ഹസനാതു ഇല്ലാ ബിതക്റാരി സ്വലാത്തി അലാ മുഹമ്മദ്. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് എന്റെ ഹസനാത്തുകൾ കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ കൂടുതൽ കൂടുതൽ സ്വലാത്ത് ആവർത്തിക്കുന്നതിലൂടെ നിനക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള വരിയാണ്, ഇനിയുള്ള ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കണം. വഇൻദൽ മൗതി തറാ ഉമൂറാ തസുറുക ബി സ്വലാത്തി അലാ മുഹമ്മദ്. നീ മരിക്കുന്ന സമയത്ത് നിനക്ക് സന്തോഷം നൽകുന്ന ഇതൊരു രഹസ്യമാണ്, ഇതൊരു രഹസ്യമാണ്, ഇതൊരു രഹസ്യമാണ്, ഇതൊരു രഹസ്യമാണ്. മരിക്കുന്ന സമയത്ത് നീ സന്തോഷിക്കുന്ന, നിനക്ക് സന്തോഷം നൽകുന്ന എല്ലാ കാര്യവും സ്വലാത്തിലൂടെ ലഭ്യമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണസമയത്ത് നീ സന്തോഷിക്കണമെങ്കിൽ ആ നിനക്ക് സന്തോഷം വരുന്ന ഒരവസ്ഥ നിനക്കുണ്ടാവും. സ്വലാത്ത് പെരുപ്പിക്കുമ്പോൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഇൻദൽ ഖബ്രി തുഹ്ലാ ബിൽ അമാനി വതുർഹമു ബി സ്വലാത്തി അലാ മുഹമ്മദ്. ഖബറിൽ നീ ഒറ്റപ്പെടില്ല, ഖബറിൽ നിനക്ക് സന്തോഷം നൽകും. നീ കൊതിക്കപ്പെടുന്ന എന്തു കാര്യം ഖബറിൽ നിനക്ക് ലഭിക്കണോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലും രക്ഷ, മരണസമയത്തും രക്ഷ.
ولا تخشى من الملكين رعبا إذا سألاك كلهما محمد لا تخشى പേടിക്കണ്ട മിനൽ മലക്കൈനി റഅബാ ഖബറിലുള്ള രണ്ട് മലക്കുകളുണ്ടല്ലോ മുൻകർ നകീർ അലൈഹിമസ്സലാത്തു വസ്സലാം ഇരുവരെയും നീ പേടിക്കേണ്ടടോ ഖബറിൽ വെച്ച് എന്നോട് ചോദിക്കുമ്പോ നിന്റെ മുമ്പിൽ ചോദ്യവുമായി മലക്കുകൾ വരുമ്പോ ഇദാ സഅലാക കുല്ലഹുമാ മുഹമ്മദ് അവിടെ പറഞ്ഞ ഉത്തരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രം പറഞ്ഞാൽ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ മുഹമ്മദ് വമാ ദീനുക മുഹമ്മദ് വമാ ഇമാമുക മുഹമ്മദ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ നീ ഖബറിൽ ചോദ്യവുമായി വരുമ്പോ അവിടെയും നിനക്ക് രക്ഷപ്പെടും അവിടെയും നിനക്ക് രക്ഷപ്പെടാൻ കഴിയും സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ റസൂലുള്ളാഹി ഹഖൻ തബഅനാ വഅമന്നാ വസദ്ദഖനാ മുഹമ്മദ് അല്ലാഹു തആല കൂടുതൽ ഇഷ്ടപ്പെടാൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ ഇനിയും ഒരുപാട് പറയാനുണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പ്രവേശിക്കുന്നില്ല അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ നൽകട്ടെ ആകത്തുക ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമുക്ക് എവിടെയും രക്ഷപ്പെട്ടു നമ്മുടെ മരണസമയത്ത് നമ്മുടെ ഖബറിൽ നമ്മുടെ ജീവിതത്തിൽ ഇരുലോക രക്ഷപ്പെട്ടാനുള്ള വഴി ആകത്തുക എന്താ പറഞ്ഞേ സ്വലാത്ത് ചൊല്ലുക അതാണ് ഏറ്റവും വലിയ മദ്ഹ് അൽഹംദുലില്ലാഹ് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 313 സ്വലാത്തെങ്കിലും ചൊല്ലും എന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ അത് ചൊല്ലും എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈപ്പൊക്കി ഇന്ന് മുതൽ ഒരു 313 സ്വലാത്ത് ചൊല്ലുമെന്ന് ഉറപ്പുള്ളവർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ 313 സ്വലാത്ത് സാദാ സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അത് ഒന്നുകൂടെ ഇബ്രാഹിമിയ സ്വലാത്താണെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്തായി ഏറ്റവും അഫ്ദലായ സ്വലാത്താണെന്ത് സ്വലാത്തുൽ ഇബ്രാഹിമിയ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ربي عبد الله المولى ബഹുമാനപ്പെട്ട കന്യാന സുൽത്താൻ അവിടുത്തെ മുരീദന്മാർക്ക് നൽകിയതും മഹാനവറുകൾക്ക് അവിടുത്തെ മശായിഖന്മാർ നൽകിയതുമായ വളരെ മർമ്മമായ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദി കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് ഹബീബിന്റെ പേരിൽ നമ്മൾ കൂടുതൽ നബിയെ സ്നേഹിക്കാൻ നബിയെ ഇഷ്ടപ്പെടുക നബിയെ കുറിച്ച് പഠിക്കുക നബിയുടെ ശമാഇൽ നബിയുടെ ദലാഇൽ നബിയുടെ ഖസാഇസ് നബിയുടെ ഫളാഇൽ അതാണ് മുഹമ്മദ് മുസ്തഫ ആകെ നബിയെ കുറിച്ച് പഠിക്കാനുള്ളത് നബിയുടെ ശമാഇലാണ് എന്ത് ശമാഇൽ എന്ന് പറഞ്ഞാൽ നബിയുടെ ശരീര പ്രകൃതി നബിയുടെ ദൃഷ്ടാന്തങ്ങൾ ദലാഇലുകൾ അതുപോലെ തന്നെ ഖസായിസുകൾ നബിയുടെ പ്രത്യേകതകൾ നബിയുടെ ശ്രേഷ്ഠതകൾ ഫളാഇലുകൾ ഇതൊക്കെ പഠിക്കുക ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ അല്ലാഹു നമ്മയൊക്കെ സഹായിക്കട്ടെ അല്ലാഹു നമുക്ക് ഹബീബിനെ കൂടുതൽ പറയാൻ നമുക്ക് സദസ്സുകൾ നൽകട്ടെ നാക്കുകൾ നൽകട്ടെ വാക്ക് നൽകട്ടെ ആമീൻ